ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തട്ടുകടയിൽ കിട്ടുന്ന ഗ്രീൻ പീസ് എഗ് മസാലയാണ്. അതിന് നമുക്ക് ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് കുക്കറിൽ കുറച്ച് ഉപ്പ് കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യമായ മസാല ഉണ്ടാക്കാൻ നമുക്ക് സവാള, പച്ചമുളക്, ഒരു തക്കാളി ഇതെല്ലാം സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് ചട്ടി വെച്ച ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായി വഴറ്റി വന്ന ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒരു 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. 4 എഗ്ഗ് നമ്മളതിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ 2 തണ്ട് കറിവേപ്പില, മസാലയായിട്ട് നമ്മളിടുന്ന ചിക്കൻ മസാല ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച തക്കാളിയും കൂടെ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 2-3 മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ തട്ടുകടയിൽ കിട്ടുന്ന ഗ്രീൻ പീസ് എഗ് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. അതുവരേക്കും ബായ്.